ഹലോ വ്യൂവേഴ്സ്, ഞാൻ അരീബ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഞാനിങ്ങനെ പറയുകയുണ്ടായി, ഗേൾസും ബോയ്സും മക്കൾ മൊബൈൽ ഫോൺ വഴി ഒരു പരിധി വരെയൊക്കെ അവരുടെ മൊബൈൽ ഫോൺ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുകയാണെങ്കിൽ അവരെ നമുക്ക് തെറ്റിൽ നിന്നൊക്കെ മാറ്റി നിർത്താൻ പറ്റും, അഭിമാനത്തോടെ ജീവിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. മൊബൈൽ ഫോണിന് അഡിക്റ്റഡാണ് കുട്ടികൾക്ക്. ഈ ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ ഈ നിന്ന സമയത്തും മൊബൈൽ ഫോൺ കുട്ടികൾക്ക് സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ മേടിച്ചു കൊടുക്കുന്നതിനെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ഇട്ട സമയത്ത് അതിൻ്റെ താഴെ ഒരു പാരൻറ്റ് വന്നിട്ട് ചോദിക്കുകയുണ്ടായി, എങ്ങനെയാണ് നമ്മൾ അവരെ നിയന്ത്രിക്കുക, എങ്ങനെയാണ് ചെയ്യാമെന്നല്ലേ. ഇപ്പോൾ യൂട്യൂബിനൊക്കെ ഒരുപാട് പോളിസീസ് ഉണ്ട്. കുട്ടികളെ മൊബൈൽ ഫോൺ നമുക്ക് എത്ര മണിക്കൂർ, നമുക്ക് ഇപ്പോൾ അവർ ഷോർട്സ് ഇത്ര സമയം കണ്ടാൽ മതി എന്ന് നമ്മൾ നിയന്ത്രിച്ച് വെക്കാനൊക്കെ പറ്റുന്ന ഒരുപാട് ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്ര മണിക്കൂർ അവർ ഷോർട്സ് കണ്ടാൽ മതി, അല്ലെങ്കിൽ 0 ടൈം വരെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റങ്ങളും ഒക്കെ ഉണ്ട്. അത് കൂടാതെ കുട്ടികൾക്ക് നമ്മൾ മേടിച്ചു കൊടുത്ത മൊബൈൽ ഫോൺ, ഇപ്പം പല കുട്ടികളും അവർ സ്വന്തമായിട്ടൊക്കെ മൊബൈൽ ഫോൺ വാങ്ങുന്നവരുണ്ട് അല്ലേ. എന്നാലും അവരെന്ത് ചെയ്യുന്നു എന്ന് നിയന്ത്രിക്കൽ അത്യാവശ്യമാണ്. ഇത് ഞാൻ പറയാനുള്ള കാരണം നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും. 17 വയസ്സുള്ളൊരു പെൺകുട്ടിയാണ് ഒരു ടെലഗ്രാം ഗ്രൂപ്പിലൂടെ ഒരു 10 മിനിറ്റിന് 150 രൂപ, അതെ 10 മിനിറ്റ് 150 രൂപ കൊടുത്ത ഒരാൾക്ക് ഫേസ് കാണാതെ എന്ത് ചെയ്യാം, വീഡിയോ കോൾ ചെയ്യും. അത് പർച്ചേസ് ചെയ്യാൻ വരെ ആളുകളുണ്ട്. അപ്പം നമ്മളെ കുട്ടികൾ ഇതുപോലെ മുഖം കണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് അവരെ ശരീരം ആവാതെ പോകുന്നില്ല. ഏതെങ്കിലും ഒരു ദുർബല നിമിഷത്തിൽ ആ ഒരു ഫേസ് റിവീലാവുകയും സമൂഹത്തിൻ്റെ മുന്നിൽ ജീവിക്കാൻ പറ്റുമോ? അതുമല്ലെങ്കിൽ ഇന്ന കുട്ടിയാണെന്നുള്ള ന്യൂസൊക്കെ പുറത്തൊക്കെ പോയാൽ ആ കുട്ടിക്ക് പിന്നെ എങ്ങനെയാണ് ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റുക? എന്തിനാണ് ഇങ്ങനൊരു, നമ്മളെ മക്കൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ലൈഫ് തിരഞ്ഞെടുക്കുന്നതെന്ന് ചോദിച്ചാൽ അവർക്ക് വേണ്ടത് ഒരു ഹൈഫൈ ലൈഫാണ്. അവർ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ള ഒരു ലൈഫ്. ഇപ്പോൾ നമ്മൾ ഈ അടുത്ത ദിവസം തന്നെ അറിയുകയുണ്ടായി, ഒരു കൊറിയക്കാരൻ മരിച്ചതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്ത കുട്ടിയുടെ സ്റ്റോറി നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. കുട്ടികൾ അത്രമാത്രം അഡിക്റ്റഡാണ്. ഇതുപോലെ നമ്മളെ ഭയങ്കരമായിട്ട് ആരാധിക്കുന്ന ആളുകളെ കാണാൻ വേണ്ടിയിട്ട് സേവിങ്സൊക്കെ സ്വരുക്കൂട്ടി വെച്ചിട്ട്, ഈ സെലിബ്രിറ്റികളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികൾ അവർ പുറത്ത് പോകണം, എങ്ങനെയെങ്കിലും അവർ ആരാധിക്കുന്ന ഈ കൊറിയൻ താരങ്ങളെയും ഒക്കെ കാണണം. ഈ ഒരു ലോകത്ത് അവർ അഡിക്റ്റായി പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവരെ സ്നേഹം കൊണ്ട്, വാത്സല്യം കൊണ്ട് നമുക്ക് തിരിച്ചു പിടിച്ചേ മതിയാവും. നമ്മുടെ മക്കളൊക്കെ ഈ മൊബൈൽ ഫോൺ, നമ്മൾ കോമൺ ആയിട്ട് പറയുന്നൊരു കാര്യമാണ് മൊബൈൽ ഫോണ്, ലഹരി, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോഴും നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ 10ാം ക്ലാസ് പഠിച്ചു, എൻ്റെ കുട്ടി ഫുൾ A+ ആണ്, എൻ്റെ കുട്ടിക്ക് ഞാൻ മൊബൈൽ ഫോണാണ് സമ്മാനമായി കൊടുക്കുന്നത്, അഭിമാനത്തോട് പറയുന്ന പാരൻസാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് എന്തിനാണ് സ്മാർട്ട് ഫോണ്? ഇതേ സമയം ഈ ഒരു മേഖലയിൽ നല്ല രീതിക്ക് പെർഫോം ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പോൾ മൊബൈൽ ഫോണൊക്കെ പറ്റി നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാതെ, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഈ ലോകത്തെക്കുറിച്ചിട്ടൊന്നും മനസ്സിലാവാത്ത രീതിയിലോട്ട് കുട്ടികളെ മാറ്റാനല്ല ഞാൻ പറയുന്നത്. ഒരിക്കലും കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കരുത് എന്നും അല്ല പറയുന്നത്. അവരെന്ത് ചെയ്യുന്നു എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഈ പുതിയ തലമുറയിലെ കുട്ടികൾ ഒരുപാട് അഡ്വാൻസ്ഡ് ലെവലിലോട്ട് പോയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നല്ല രീതിക്ക് ബിസിനസ് ചെയ്യുന്ന കുട്ടികളുണ്ട്, നല്ല രീതിക്ക് ടീച്ചിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലേ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റിൽ ക്ലാസ്, അമേരിക്കക്കാർക്ക് വരെ ക്ലാസ് എടുത്ത് കൊടുക്കാൻ പാകത്തിൽ നമ്മുടെ മക്കൾ വളർന്ന കുട്ടികളുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ഭാഗത്തുണ്ടാകുമ്പോഴും ഇതിൻ്റെ മറുവശത്ത് വലിയ പെർസെൻറ്റേജ്, കുറച്ചൊന്നല്ല കുറച്ചധികം വലിയ പെർസെൻറ്റേജ് കുട്ടികൾ ഈ പറഞ്ഞ മൊബൈൽ ഫോൺ മൂലം നശിച്ചു പോകുന്നുണ്ട്. അപ്പോൾ പാരൻസ് കറക്റ്റ് ഗൈഡ് ചെയ്യുക, അതുപോലെ പാരൻസ് കറക്റ്റായിട്ട് മക്കൾ എന്താ ചെയ്യുന്നതെന്ന് വാച്ച് ചെയ്യുക. ഇതൊരിക്കലും അവരുടെ പ്രൈവസിയിൽ കയറി കളിക്കലല്ല, പ്രൈവസിയിൽ കയറി ഇടപെടലുമല്ല. നമ്മുടെ മക്കൾ ഒരു ലിമിറ്റ് വരെ അവരൊന്ന് സെറ്റായി, അവർ തെറ്റിലോട്ട് പോവാതെ, അല്ലെങ്കിൽ അവർ ഓക്കെയാണ്, സ്വന്തം കാര്യങ്ങൾ നിയന്ത്രിക്കാനും കാര്യങ്ങൾ തിരഞ്ഞെടുക്കാനുമുള്ള ഒരു സമയം എത്തുന്നത് വരെയെങ്കിലും നമ്മളെ മക്കൾക്ക് വഴികാട്ടികളാവണം. അവരേത് വഴിയിലോട്ടാണ് പോകുന്നത്, എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത് എന്ന് നമ്മൾ എന്തായാലും നോക്കണം. ചില പാരൻസ് ഉണ്ട് 10ാം ക്ലാസ് വരെയൊക്കെ പൊത്തി വളർത്തും, പിന്നെ +1 +2 ഒക്കെ ഒന്ന് പുറത്തോട്ടിടും, അല്ലെങ്കിൽ +2 വരെ പൊത്തി വളർത്തിയിട്ട്
പുറത്തോട്ട് ഓക്കെ ഇവർ സെറ്റാണ് എന്ന് കരുതിയിട്ട് നമ്മൾ ഹോസ്റ്റലിലോട്ടൊക്കെ തുറന്നു വിടും. അവിടെ പോകുമ്പോൾ കുട്ടികൾക്ക് എന്താ അറിയോ, അവരൊന്നും ചെയ്തിട്ടില്ല, ഇതുവരെ മൊബൈൽ ഫോണൊന്നും അങ്ങനെ കുറേ നേരം അവരെ കയ്യിൽ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് ഫ്രീഡം കിട്ടിയിട്ടില്ല, അവരാഗ്രഹിച്ച സ്ഥലത്തോട്ട് പോവാൻ പാരൻസ് സമ്മതിച്ചിട്ടില്ല. അപ്പോൾ അവർ കിട്ടിയ ആ ഒരു ഫ്രീഡം ശരിക്കങ്ങ് സെലിബ്രേറ്റ് ചെയ്യും. അപ്പം എന്താ സംഭവിക്കുക, അപ്പോൾ ഈ പറഞ്ഞ നമ്മൾ ഇത്രയും കാലം പൊത്തി വളർത്തിയതിൻ്റെ നേരെ ഓപ്പോസിറ്റ് റിസൾട്ട് ആയിരിക്കും ഉണ്ടാവുക. സത്യത്തിൽ ഇങ്ങനെ പൊത്തി ഒന്നും വളർത്തണ്ട, അവർക്ക് ശരി ഏതാ തെറ്റ് ഏതാന്ന് പറഞ്ഞു കൊടുക്കുക, അവർക്കെല്ലാം വന്ന് നമ്മുടെ അടുത്ത് വന്ന് പറയാനുള്ള ഒരു അവസരം ഒരുക്കുക. അച്ഛനൊരു ഗൗരവക്കാരൻ, പല അമ്മമാർ തന്നെ കേട്ടോ, അമ്മമാർ തന്നെയാണ് ഈ അച്ഛന്മാർ ഭയങ്കര ഒരു ഗുണ്ടയാക്കി വെക്കുന്നത്. അച്ഛനെ അറിഞ്ഞാൽ നീ തീർന്ന് എന്ന് പറഞ്ഞിട്ട് അവർ തമ്മിലുള്ളൊരു ഭീകരമായിട്ട് അച്ഛനെ പേടിച്ച് കുട്ടി വളരുന്നതിനേക്കാളും എത്രയോ ബെറ്റർ ആയിരിക്കും അച്ഛൻ ഫ്രണ്ടായിട്ട് കരുതുക. അതുപോലെ അമ്മ അതും ഒരു ഫ്രണ്ട്, അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും എന്തും മക്കൾക്ക് പറയാൻ പറ്റുന്ന ഒരു രൂപത്തിലോട്ട് നമ്മളെ മക്കളെ കൊണ്ടുവരിക. എന്നിട്ട് അവർക്ക് ഫോൺ കൊടുക്കാം, അവർക്ക് പഠനത്തിന് ആവശ്യമായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അവരുടെ മറ്റ് ആക്ടിവിറ്റീസുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, കഴിവുകൾ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മൊബൈൽ ഫോൺ കൊടുക്കുന്നതിൽ ഒരിക്കലും തെറ്റല്ല. പക്ഷേ നമ്മുടെ മക്കൾ ആ മൊബൈൽ ഫോണിൽ എന്ത് കാണുന്നു, എന്തവർ ചെയ്യുന്നു എന്ന് നമ്മൾ കൃത്യമായിട്ട് നോക്കണം. ഇപ്പോൾ 17 വയസ്സുള്ളൊരു പെൺകുട്ടിയാണ്, സ്വന്തം ശരീരം വിറ്റ് തന്നെയാണ് ആ കുട്ടി ജീവിക്കുന്നത്. നിങ്ങളൊന്ന് നോക്കിക്കേ. അതുപോലെ പല കേസുകളും ഈ മൊബൈൽ ഫോൺ മൂലം വരുന്നുണ്ട്. നമ്മളിതിൻ്റെ മുന്നേ ഒരു കേസിൽ പറഞ്ഞിട്ടുള്ള 19 16-കാരിയെ 9ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് അല്ലേ, ആ ഒരു 9ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച് കൊന്ന ആ ഒരു കേസ് പറയുന്നുണ്ട്. അപ്പോൾ ഈ 9ാം ക്ലാസ്സുകാരിയുടെ ആ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. അത് ആ മൊബൈൽ ഫോൺ കൊണ്ടാണ് അതിങ്ങനെ സംഭവിച്ചതെന്നല്ല, പക്ഷേ ഇങ്ങനെയുള്ള പല ന്യൂസുകളും കേൾക്കുമ്പോൾ കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു, കുട്ടികൾ ആ ഒരു ലെവൽ ഓഫ് ലൈഫിലോട്ട് മാറുന്നതിൽ മൊബൈൽ ഫോണിന് വലിയ പങ്കുണ്ട്. സോ നമ്മുടെ മക്കൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കണ്ട എന്നോ അല്ലെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് മക്കളെ വളർത്തണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ആവശ്യങ്ങൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കണം, അവർക്ക് ആവശ്യമായുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. പക്ഷെങ്കിലും അവരെന്താണ് അത് വെച്ച് ചെയ്യുന്നത്, എന്തിനാണ് അവർക്കിത്, ഇത് അവർക്ക് ആവശ്യമാണോ അനാവശ്യമാണോ എന്നുള്ളത് നോക്കണം. ഓരോ ദിവസവും സ്കൂളിൽ വന്ന കുട്ടികളടുത്ത് ഇരുത്തി ചോദിക്കണം, ഇന്ന് അവിടെ എന്ത് സംഭവിച്ചു, എല്ലാ കാര്യങ്ങളും നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന രീതിയിലോട്ട് നമ്മളെ മക്കളെ മാറ്റിയെടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഉറപ്പായിട്ടും എങ്ങനെയൊക്കെയാണ് നമ്മൾ മൊബൈൽ ഫോണിലൂടെ ഹെൽത്തി ആയിട്ട് മക്കളായിട്ടൊരു ബന്ധം മെയിൻറ്റെയിൻ ചെയ്യുക എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമ്മൾ എത്തുന്നതായിരിക്കും. ബൈ.